ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ? നമ്മൾ കുറേ ലീഫുകൾ ചെയ്തിട്ടില്ലേ? ആ ലീഫിൽ കൊടുത്തിട്ടുള്ള സെയിം സ്റ്റിച്ച് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഇതളുകളിൽ കൊടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എംബ്രോയിഡറി ട്യൂട്ടോറിയൽ പാർട്ട് 15 14 വരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിട്ട് ഒരു ബ്ലൂ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നന്നായിട്ട് തെളിഞ്ഞ് വരുമല്ലോ. അതിനായിട്ട് നമ്മൾ എന്താണ് ഫസ്റ്റ് ആ റൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ഇതളിൻ്റെ നേർ സെൻറ്ററിലായിട്ട് സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക. നേരെ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് നീളത്തിന് മുന്നോട്ട് കുത്തിയെടുക്കുക. 1/2 ഇഞ്ച് നീളത്തിന് മുന്നോട്ട് കുത്തിയെടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ അതിൽ നിന്നാണ് ബാക്കി സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുന്നത്. അതായത് നേരെ ഏറ്റവും ടോപ്പ് ഭാഗത്തു നിന്ന് സൂചി അടിയിൽ നിന്ന് കുത്തി പുറത്തോട്ട് എടുക്കുക. ശേഷം ഈ ലൈനിനകത്തൂടെ എടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഏറ്റവും ടോപ്പ് ഭാഗത്തു നിന്ന് ആ ഒരു എൻഡില്ലേ, ആ ഒരു തുമ്പ് പോലത്തെ ഭാഗത്തില്ലേ, അവിടെ നിന്നാണ് നമ്മൾ കുത്തിയെടുക്കുന്നത്. എന്നിട്ട് ഈ നൂലിനകത്തൂടെ എടുത്തിട്ട് ആ തുമ്പിൽ തന്നെ ആ ഒരു ഹോളിൽ തന്നെ കുത്തി താഴോട്ട് സൂചി എടുക്കണം. ശേഷം നമ്മൾ താഴോട്ടായിട്ട് ചെയ്ത് ഈ ഒരു ലൈനിനകത്തൂടെ തന്നെ നമ്മൾ എല്ലാ സ്റ്റിച്ചും എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ സ്റ്റിച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് കൈ കൊണ്ട് നമ്മൾ ആദ്യം ആ നൂലൊന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം സെയിം ഹോളിൽ തന്നെ കുത്തി കൊടുക്കാൻ വേണ്ടി. പിന്നെ ഉള്ളതിൽ നമുക്ക് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നൂല് എപ്പോഴും ചെയ്യുന്ന പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാതെ കൈ കൊണ്ട് പിടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അത് സ്റ്റിച്ച് ലൂസായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ വെളിയിലോട്ട് കുത്തി അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ലൂസായിട്ട് വരത്തില്ല. ഓൾറെഡി ഇത് നമ്മൾ സെൻറ്ററിൽ കൊടുത്തിരുന്ന ആ ലൈനിൽ ഈ നൂല് വരുന്നുണ്ട്, ആ നൂല് നല്ല രീതിക്ക് ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവസാനം വരെ ഒന്ന് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ ഈ ലീഫിൻ്റെ ആ ഒരു ലൈൻ നമ്മൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തുണി നമ്മൾ ആദ്യം തുണിയിൽ പിക്ചർ ട്രേസ് ചെയ്തിട്ട് വേണം നമ്മൾ റിങ്ങിലോട്ട് ഇടാനായിട്ട്. അല്ലാതെ റിങ്ങിലിട്ടിട്ട് തുണിയിൽ നമ്മൾ പിക്ചർ ട്രേസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ അത് ഏതൊരു എംബ്രോയിഡറി ചെയ്താലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് ആ ലൈനിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വളവ് തോന്നിയാലൊന്നും ഒരു വിഷയമില്ല, അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് ഒന്ന് അറിയിച്ചാൽ മതിയാവും. പുതുതായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഓക്കെ, ബൈ.